ദിസ് ഈസ് മീ സൈനിങ് ഔട്ട്. അല്ല, അങ്ങനെയല്ലല്ലോ. ജീവിതത്തിൽ ഈ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടും. ആ ഡിസിഷൻ ഏതാണെന്ന് അറിയണ്ടേ? ഞാൻ പറഞ്ഞുതരും. അപ്പോൾ വെൽക്കം ബാക്ക്. ദിസ് ഈസ് മീ അരുൺ മോഹൻ. ഹായ്. സ്റ്റോറേജ് ഓൾമോസ്റ്റ് ഫുൾ. കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അൺനെസസറി ഫയൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഫയൽസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഗാലറി തുറന്നപ്പോൾ 2019 മുതലുള്ള ഫോട്ടോസ്. അതിലാണെങ്കിലോ നമ്മൾ കോളേജിൽ ഉണ്ടാകുമ്പോഴുള്ള ഫോട്ടോസ്, ഫാമിലിയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള നല്ല മൊമെന്റ്സ്, ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള നല്ല മൊമെന്റ്സ്, ട്രിപ്പ്, ബർത്ത്ഡേ, അങ്ങനെ ഓരോന്നും കിടിലും പഴയകാല ഓർമ്മകൾ. ഞാൻ എങ്ങനെ ഡിലീറ്റ് ചെയ്യും? അപ്പോൾ ഫോട്ടോസിൻ്റെ കേസ് അവിടെ നിർത്തിയിട്ട് നേരെ വീഡിയോസിൻ്റെ കേസ് എടുത്തു. അവിടെ നോക്കുമ്പോഴാണെങ്കിലോ ഈ പറഞ്ഞ പോലെ കോളേജിലെ ആ ട്രിപ്പ് വൈബ്, അതൊരു റാൻഡം ഡയറി ഇരുന്നിട്ട് ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നത് പോലെ കാണിക്കുന്നത്, അമ്മേനായിട്ടുള്ള കുറേ ഫണ്ണി വീഡിയോസ്, അച്ഛനായിട്ടുള്ളത്, ഫാമിലി മെമ്പേഴ്സിനായിട്ടുള്ള ഫണ്ണി വീഡിയോസ്, എല്ലാം അടിപൊളി കാണുമ്പോൾ പഴയതല്ലേ അന്നത്തെ 2019 കാട്ടിക്കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ. അത് 19, 20 ഒക്കെ ഉണ്ട്. എങ്ങനെ ഡിലീറ്റ് ചെയ്തൊക്കെ? എങ്ങനെ? നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? വല്ലാത്തൊരു നിമിഷമാണത്. ഒന്നും ഡിലീറ്റ് ചെയ്യാനാവാതെ പതറി നമ്മളിരിക്കുമ്പോൾ. കുട്ടലക്കാമിലെ കുറേ സിനിമകൾ ഡിലീറ്റ് ചെയ്തപ്പോൾ തന്നെ സംഭവം സെറ്റ്. അല്ലാതെ വേറെ നിവർത്തില്ല. സിനിമകളാണെങ്കിലോ KGF, വെട്ടം, അതും ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. സാഹചര്യത്തിന് സമ്മതം മൂലം അത് ഞാൻ കളഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനത്തെ അവസ്ഥകൾ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സ് വളരെ നീണ്ട വിശാലമായി നിവർന്നു കിടക്കും. അപ്പോൾ ദിസ് ഈസ് മീ അരുൺ മോഹൻ സൈനിങ് ഔട്ട്. ബൈ.